ഒരുപാട് സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ അവർ വന്നിങ്ങനെ ഇറങ്ങും. റബീഉൽ അവ്വൽ കഴിയുമ്പോൾ അവർ പോകും ചെയ്യും. അങ്ങനെ അത്ര ഷെറ് അവരെ ഉണ്ടാകുന്നുള്ളൂ. അവർ പറയുന്ന വലിയൊരു സംഭവമാക്കി അവർ പറയുന്നത് റബീഉൽ അവ്വൽ 12 മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിവസമാണ്. പക്ഷേ അന്ന് തന്നെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടാണല്ലോ നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങലിന്റെ സങ്കടത്തിന്റെ ദിവസം നിങ്ങൾ ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ദീനിൽ ഒരു സങ്കടം ആഘോഷിക്കുക എന്നൊരു പരിപാടിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ സങ്കടം അല്ലെങ്കിൽ ഒരു ദുരന്തം ആഘോഷിക്കൽ ഇത് ഷിയാക്കളുടെ പരിപാടിയാണ്. നമുക്കറിയാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിച്ച ആ ദിവസത്തെ ആഘോഷിക്കുന്ന ടീമുണ്ട്. അവരാണ് ഷിയാക്കൾ. പരിശുദ്ധ ദീനിൽ ഒരുപാട് ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട പലരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരാളുടെയും വഫാത്തിന്റെ ദിവസം ആഘോഷിച്ച ചരിത്രം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കാരണത്താൽ ആഘോഷിക്കലാകുന്നില്ല റബീഉൽ അവ്വൽ 12 എന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദീനിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ എവിടെയും മുഅ്മിനായ അല്ലെങ്കിൽ ഇസ്ലാമിൽ ഷഹീദായി മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ അല്ലെങ്കിൽ ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ അനുശോചനം ആഘോഷിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. മാലബൾബൊക്കെ തൂക്കി അവർ മരണപ്പെട്ടതിന്റെ പേരിൽ മാലബൾബ് തൂക്കി അലങ്കരിക്കുന്ന ഒരു പരിപാടി ദീനിലില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയത്തിന്റെ ആ ദിവസത്തിന്റെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12 ലോകം ആചരിക്കുന്നത്, അതിനെ കൊണ്ടാടുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ ലോകം അനുസ്മരിക്കാറുണ്ട്. ഇത് ആഘോഷിച്ചുകൊണ്ടല്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഫാത്തിന്റെ സമയത്തെ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തിന് ഉണ്ടായ ആ വലിയ നഷ്ടം ഓർത്തുകൊണ്ട് പലരും ലോകത്ത് മുൻ കടന്നുപോയ മഹാന്മാരെല്ലാം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ പറഞ്ഞിട്ടുണ്ട്. ആ വഫാത്തോർത്ത് കണ്ണീർ വാർത്തിട്ടുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് വരികൾ നമ്മൾ ചൊല്ലുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രകാശം പോയി മറഞ്ഞു മദീന പെയ്തൊഴിഞ്ഞു ഹബീബുള്ളവേരിഞ്ഞു പ്രകാശം പോയി മറഞ്ഞു മദീന പെയ്തൊഴിഞ്ഞു ഹബീബുള്ളവേരിഞ്ഞു മധുരമേഘ അറിവു നൽകാ നിറഞ്ഞൊഴുകും നയനഭാരം തുടച്ചു വിശുദ്ധഗേഹം മദീനയെന്ന് വിരഹമോടെ വിതുമ്പുന്നു കരളിലിമ്പം ഹബീബവരെ പിരിഞ്ഞ നേരം കരയുന്നു അനാഥമായി മദീനയും ഹബീബ് പോയി മറഞ്ഞു
പ്രകാശം പോയി മറഞ്ഞു മദീന പെയ്തൊഴിഞ്ഞു ഹബീബുള്ളവേ പിരിഞ്ഞു ചിരിച്ചു നിൽക്കും അതരം കണ്ട് സിദ്ദീഖിൻ മനമനം പിങ്ങുന്നു തപിച്ചു നിൽക്കും ഹൃദയമോടെ ഉമറിൻ മനസ്സും ഇടുന്നു പ്രിയ ഹബീബില്ലാത്ത മദീന വിട്ട് ബിലാൽ റബാഹ മടങ്ങുന്നു കരളിലിമ്പം ഹബീബവരെ പിരിഞ്ഞ നേരം കരയുന്നു അനാഥമായി മദീനയും ഹബീബ് പോയി മറഞ്ഞു അനാഥമായി മദീനയും ഹബീബ് പോയി മറഞ്ഞു അന്നാ മണൽ തരിയിൽ ഞാൻ പിറന്നില്ല ഇതില്ല അസാഗരമേ അനന്തതയിൽ അലിഞ്ഞു ചേരാ അഴിഞ്ഞില്ല തിരുവജ് കണ്ട് മതി വരുവാൻ നിമിഷമിൽ അണലില്ല വിടയും കരളിൽ നോവറിയാൻ സഹബോരിയാനായില്ല അനാഥമായി മദീനയും ഹബീബ് പോയി മറഞ്ഞു അനാഥമായി മദീനയും ഹബീബ് പോയി മറഞ്ഞു പ്രകാശം പോയി മറഞ്ഞു മദീന കഴിഞ്ഞു ഹബീബുള്ളവേ പിരിഞ്ഞു നിലാവിൻ കണ്ണിറഞ്ഞു ഹബീബുള്ളവേ പിരിഞ്ഞു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ബഹുമാന്യരായ സയ്യിദ് അവർകൾ